വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കുറച്ചു നാളുകളായി ഭാരതാംബയെ കാവ്യ പുതപ്പിച്ച് എഴുന്നള്ളിക്കുകയായിരുന്നു നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആ പ്രൗഢോജ്വലമായ സമരത്തീച്ചുളയുടെ അരികിൽ നിന്നുകൊണ്ട് ഒന്ന് തീക്കായാൻ പോലും സമയം കണ്ടെത്താത്ത, അതിനുവേണ്ടി ഉടുതുണിയിൽ മണ്ണ് വീഴാൻ ഇത്തിരി പോലും താല്പര്യം കാണിക്കാത്ത, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കളയുകയല്ല വേണ്ടത്, മറിച്ച് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള സമയവും സന്ദർഭവും ഉണ്ടാക്കുകയാണ് വേണ്ടതെന്ന് പാടി നടന്ന ഒരു പാർട്ടിയുടെ സ്വയം സേവകനാണ് വിഭജനത്തിന് വേദന കൊണ്ട് ഇരിപ്പുറക്കാതെ വിഭജനത്തിനെതിരെ പടവാളെടുത്ത് പ്രതിഷേധമറിയിക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആജ്ഞ നൽകാൻ സർവകലാശാലകൾക്ക് ഉത്തരവ് നൽകിയിരിക്കുന്നത്. എന്തിനാണ് RSSഉം സംഘപരിവാരങ്ങളും വിഭജനത്തിന്റെ പേരിൽ ഇത്രയും ഭീതി വളർത്തുന്നത്? സ്വാതന്ത്ര്യം ലഭിച്ച 10-75 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഭീതി എന്തിനു വേണ്ടിയാണ്? ഏതാനും കാരണക്കാരോ അല്ല വിഭജനത്തിന് പിന്നിലുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് RSSഉം ഹിന്ദു മഹാസഭയ്ക്കും മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗിനും പങ്കുണ്ട്. ഭരണസൗകര്യത്തിന് വേണ്ടി മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും രണ്ടു തട്ടുകളിലാക്കി മാറ്റുക എന്നത് ബ്രിട്ടീഷുകാരന്റെ യുക്തിയായിരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ശത്രുക്കളാവുമ്പോൾ ഭരണകൂടത്തിനെതിരെയുള്ള എതിർപ്പുകളെ അടിച്ചമർത്താൻ എളുപ്പമാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ പദ്ധതിയിൽ ഒരു പരിധിവരെ ഇംഗ്ലീഷുകാർ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇംഗ്ലീഷുകാരന്റെ ഡിവൈഡ് ആൻഡ് റൂൾ പദ്ധതി നടപ്പിലായതോടെ ഹിന്ദുക്കളിലെ നല്ലൊരു വിഭാഗവും മുസ്ലിങ്ങളുടെ ശത്രുക്കളായി മാറി. ഇത് മുസ്ലിങ്ങൾക്കിടയിൽ സ്വതന്ത്ര മുസ്ലിം രാജ്യം എന്ന ചിന്ത ഉടലെടുക്കാൻ കാരണമായി. 1915 രൂപം കൊണ്ട ഹിന്ദു മഹാസഭ ഇന്ത്യ ഹിന്ദുവിന്റേതാണെന്നും മറ്റുള്ളവർ ഇന്ത്യയിലെ രണ്ടാം തരം പൗരന്മാരാണെന്നും ഉള്ള ചിന്ത വെച്ചു പുലർത്തി പോന്നിരുന്നു. ആ ചിന്തകൾ ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ വളർത്തിയെടുക്കുകയും അതുവഴി ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കി മാറ്റുകയുമായിരുന്നു ഹിന്ദു മഹാസഭയുടെ ലക്ഷ്യം. ഈ ആശയം അതിന്റെ വ്യക്തതയോടെ ഹിന്ദു മഹാസഭ മുന്നോട്ട് വെച്ചത് 1930-40കളിലാണ്. 1930-40കളിൽ വിനായക് ദാമോദർ സർവേക്കറുടെ നേതൃത്വത്തിൽ ഹിന്ദു രാഷ്ട്രം എന്ന ആശയം ശക്തി പ്രാപിച്ചു വന്നു. ജിന്നയുടെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര മുസ്ലിം രാജ്യം എന്ന ആവശ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരു പുറം ജാതിയായി ഹിന്ദു മഹാസഭ കാണുകയും ഹിന്ദുവിന്റേതായ ഒരു അഖണ്ഡ ഭാരത സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. സവർക്കർ വിഭജനത്തെ അനിവാര്യമായ യാഥാർത്ഥ്യം എന്ന രീതിയിൽ 1940കളിൽ തന്നെ അംഗീകരിച്ചതായി രേഖകളുണ്ട്. 1925 KB ഹെഡ്ഗേവാറും RSS സ്ഥാപിച്ചത് ഹിന്ദു രാഷ്ട്രമെന്ന അജണ്ടയോടെ തന്നെയായിരുന്നു. രാജ്യത്തെ ഹിന്ദു ഐക്യം നിലനിർത്താൻ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് വന്ന RSSന്റെ പല പ്രസംഗങ്ങളിലും മുസ്ലിങ്ങളെ സംശയത്തിന്റെ നേരിൽ നിർത്തിയിരുന്നു. അത് ഹിന്ദു മുസ്ലിം ശത്രുത കൂടുതൽ വർദ്ധിപ്പിക്കുകയും മുസ്ലിം ലീഗിനിടയിലെ സ്വതന്ത്ര മുസ്ലിം രാഷ്ട്രം എന്ന ചിന്തയെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്തു. RSSഉം ഹിന്ദു മഹാസഭയും ഹിന്ദു രാഷ്ട്രം എന്ന ശക്തമായ ആശയവുമായി മുന്നോട്ട് പോയപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലെ മുസ്ലിങ്ങളുടേതായ മറ്റൊരു രാജ്യം എന്ന ആശയവും ശക്തി പ്രാപിച്ചു. RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും ഹിന്ദു രാഷ്ട്രം എന്ന പ്രഖ്യാപനത്തിൽ ഭയം കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായ ഒരു രാജ്യം വേണമെന്ന ആശയം ഉയർന്നു വന്നതെന്നുമുള്ള അഭിപ്രായങ്ങളും നിലവിലുണ്ട്. അതേസമയം RSSന്റെയും ഹിന്ദു മഹാസഭയുടെയും ഹിന്ദു രാഷ്ട്രം എന്ന ആശയത്തെയും മുസ്ലിങ്ങൾക്കിടയിലെ മുസ്ലിം രാഷ്ട്രം എന്ന ആശയത്തെയും മാറ്റി നിർത്തി ഐക്യത്തോടെ കൊണ്ടുപോകാൻ സ്വതന്ത്ര സമര ജുക്കുകളായിരുന്ന കോൺഗ്രസിനും കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ചുരുക്കത്തിൽ വിഭജനത്തിനു വേണ്ടി അങ്ങേയറ്റം കോപ്പുകൂട്ടിയവർ തന്നെയാണ് വിഭജനത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഈ കഴിഞ്ഞ 8-ാം തീയതിയാണ് നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജ്ഭവനിൽ നിന്ന് ഒരു ഉത്തരവിറക്കിയത്. ആഗസ്റ്റ് 14 അഥവാ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേ ദിവസം ഇന്ത്യ വിഭജനത്തിന്റെ ഭീകരതയെ അനുസ്മരിപ്പിക്കുന്ന എന്തെങ്കിലും പരിപാടികൾ സർവകലാശാലകൾ നടപ്പിലാക്കണമെന്നായിരുന്നു സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറുടെ ഉത്തരവ്. നാടകങ്ങളോ സെമിനാറുകളോ കഴിയുമെങ്കിൽ തെരുവ് നാടകങ്ങളോ സംഘടിപ്പിക്കണമെന്നും എന്താണ് അതിന് തിരഞ്ഞെടുക്കുന്ന പ്രമേയങ്ങളെന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ രാജ്ഭവന് അറിയിക്കണമെന്നും യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയിട്ടുള്ള സർക്കുലറിൽ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. അതായത്
യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കുന്ന പരിപാടിയിൽ ഹിന്ദുത്വത്തിനെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒന്നും തന്നെ ഉണ്ടാവരുത്. പകരം വിഭജനത്തിന് മുസ്ലിങ്ങളാണ് കാരണക്കാരെന്ന പശ്ചാത്തലം അതിൽ ഉണ്ടായിരിക്കുകയും വേണം. ഈ ആവശ്യം ഇപ്പോൾ തുടങ്ങിയതല്ല. 1921 ഒരു സ്വതന്ത്ര ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചതായിരുന്നു ഈ ആശയം. ഈ ആശയം മുന്നോട്ട് വെക്കുമ്പോൾ മോദിജി കണ്ടിട്ടുള്ള സ്വപ്നം വിഭജനത്തിന്റെ ഉത്തരവാദികൾ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗും മുസ്ലിങ്ങളുമാകുമ്പോൾ ഈ അനുസ്മരണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഹിന്ദു വികാരം വളർത്താൻ ഉപകരിക്കുമെന്നും അത് വോട്ട് ബാങ്കാക്കി നിലനിർത്താമെന്നുമായിരിക്കണം. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും തലയിൽ ചാണകം നിറച്ചിട്ടില്ലെന്നും അവർ ചരിത്രാവബോധമുള്ളവരാണെന്നുമുള്ള കാര്യം മോദി വിസ്മരിച്ചിരിക്കണം. എങ്കിലും മോദിയുടെ പ്രഖ്യാപനത്തോടെ ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ വിഭജന വിധിയുടെ അനുസ്മരണം അവർ നടപ്പിലാക്കുകയും ചെയ്തു. BJP ഇതര സ്റ്റേറ്റുകൾ തിരസ്കരിച്ചെങ്കിലും അതിന്റെ തുടർച്ചയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പ്രബുദ്ധരായ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനതയും വിദ്യാർത്ഥികളും BJPയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനും മതസ്പർദ്ധ വളർത്തുന്ന ഇടുങ്ങിയ ചിന്താഗതികൾക്കും എതിരായിരിക്കുമെന്നതിൽ സംശയമില്ല. ഇന്ത്യ വെട്ടിമുറിക്കാനും ഒരു മുസ്ലിം രാജ്യം ഉണ്ടാവണമെന്ന് മുസ്ലിങ്ങളെ ചിന്തിപ്പിക്കാനും കാരണം ഹിന്ദു മഹാസഭയുടെയും RSSന്റെയും ഹിന്ദു രാഷ്ട്രം എന്ന ചിന്തയിൽ ഭയപ്പെട്ടു തന്നെയായിരുന്നു. 1947 ആഗസ്റ്റ് 14 ഭാരതം വെട്ടിമുറിച്ച് രണ്ടാക്കുകയും അതിലൊന്ന് മുസ്ലിം ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനായി മാറുകയും മറ്റൊന്ന് ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യയായി നിലനിൽക്കുകയും ചെയ്തു എന്നതിൽ സംശയമില്ല. പക്ഷേ ഒരു വ്യത്യാസം മാത്രം. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറിയപ്പോൾ ഇന്ത്യ മതേതര ജനാധിപത്യ രാജ്യമായി നിലനിന്നു. അതിലൂടെ നഷ്ടമായത് ഹിന്ദുത്വവാദികളുടെ ഹിന്ദു രാഷ്ട്രമെന്ന മോഹവും സ്വപ്നവുമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രമായി നിലനിൽക്കണമെന്ന് വാശി പിടിച്ച് അത് നടപ്പിൽ വരുത്താൻ സ്വതന്ത്ര സമരത്തിൽ തീരെ പങ്കാളികളാവാത്ത RSSനും ഹിന്ദു മഹാസഭക്കും കഴിയാതെ പോവുകയും ചെയ്തു. ആ ആശാഭരണം തീർക്കാൻ അന്നു മുതൽ ഇന്ന് വരെയും ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദുത്വവാദികൾ. ഇനിയും പൂർത്തീകരിക്കാനാവാത്ത ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനിയും എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാനും അതിനുവേണ്ടി ഏതു തരത്തിലുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കാനും നടപ്പിൽ വരുത്താനും ഹിന്ദുത്വവാദികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വിഭജനത്തെ അത്രയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വഴിമരുന്നിട്ട് കൊടുക്കുകയും ചെയ്ത അതേ ശക്തികൾ തന്നെ വിഭജനത്തിന്റെ ഭീകരത വരച്ചു കാട്ടാൻ വേഷം കെട്ടുന്നത് കാണുമ്പോൾ ഇതിനേക്കാൾ വലിയ ഭീകരത മറ്റെന്താണുള്ളത്? സ്വതന്ത്ര സമരത്തിന്റെ ഓരം ചേർന്ന് നടക്കാത്തവർ 75 വർഷം മുമ്പ് നടന്ന വിഭജനം 2 സ്റ്റേറ്റ് ഫോർമുലയുമായി വന്ന സംഘശക്തി വിഭജനത്തിന്റെ ഭീതി അനുസ്മരിക്കലില്ല ലക്ഷ്യം. മറിച്ച് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭീതി വിതച്ച് രാജ്യത്തിനകത്ത് തന്നെ വിഭജനം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. അതാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അജണ്ട.